ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയതിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കെയർ വിസയിൽ UK ഉള്ള ആൾക്കാർ കെയർ വിസയിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഒരു വിസയൊക്കെ സമ്പാദിച്ച് കെയർ വിസയൊക്കെ സമ്പാദിച്ച് UK ജോലി ചെയ്ത് നിരവധി ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് നിയമങ്ങൾ കുറച്ച് സ്ട്രിക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജോലി നഷ്ടപ്പെടാൻ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാരണങ്ങൾ കൊണ്ടും ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. അതേപോലെ നിയമങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ലൈസൻസൊക്കെ റദ്ദാക്കപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. UK കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് UK ഇപ്പോൾ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അവബോധന്മാരായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ UK ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇതേപോലെ സ്ഥാപനങ്ങൾക്കൊക്കെ കറക്റ്റ് ലൈസൻസ് ഉണ്ടോ, അതേപോലെ തന്നെ കറക്റ്റ് ഗവൺമെൻറ് പറയുന്ന രീതിയിലൊക്കെ തന്നെയാണോ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചെക്കിങ്ങിൽ ഗവൺമെൻറ്റേതായിട്ടുള്ള രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ഒന്നും അവർക്ക് ഇല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. UK കെയർ ഹോമുകൾക്കൊക്കെ ലൈസൻസ് നൽകുന്നതും അതിനെക്കുറിച്ചൊക്കെ റിക്വയർമെൻറ്റ്സ് എല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്യുന്നതൊക്കെ CQC ആണ്. അത് UK ഔദ്യോഗിക റെഗുലേറ്ററി ബോഡിയാണ്, കെയർ ക്വാളിറ്റി കമ്മീഷൻ. അതാണ് ഈ CQC ഫുൾ നെയിം എന്ന് പറയുന്നത്. അത് നമ്മളെ ഇന്ത്യയിൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ, അതായത് വിദേശത്തു നിന്നും ആൾക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതും അവർക്ക് ജോലി കൊടുക്കുന്ന സ്പോൺസർഷിപ്പ് നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CQC അല്ല, അത് ഹോം ഓഫീസ് തന്നെയാണ്. പക്ഷേ CQC എന്ന് പറയുന്നത് ആ റിക്വയർമെൻറ്റ്സ്, അതായത് ഒരു കെയർ ഹോം നടത്താൻ ഉണ്ടായിരിക്കേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും അതിനനുസരിച്ച് ലൈസൻസ് കൊടുക്കുന്നതൊക്കെയാണ് ഈ ഒരു കെയർ ക്വാളിറ്റി കമ്മീഷൻ ചെയ്യുന്നത്. UK പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലേക്ക് എല്ലാ ഹെൽത്ത് കെയർ സർവീസുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സംവിധാനമാണ് ഈ CQC എന്ന് പറയുന്നത്. ഒരു കെയർ ഹോം തുടങ്ങണമെങ്കിൽ ഈ ഒരു CQCയുടെ അംഗീകാരം വേണം, അവരിന്ന് ലൈസൻസ് എടുക്കണം, അവർക്ക് എന്താ പറയുക, അവരുടെ ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ റിക്വയർമെൻറ്റ് ക്ലിയർ ആയാൽ മാത്രമേ CQC ലൈസൻസ് കിട്ടുകയുള്ളൂ. കെയർ ഹോമുകൾ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചില്ലെങ്കിലോ അതല്ലെങ്കിൽ രോഗികളെ പരിചരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്ന പോലെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും CQC നടപടി എടുക്കുകയും അവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയും ചെയ്യും. ഇംഗ്ലണ്ടിലാണ് ഈ പറയുന്ന CQC, അതായത് കെയർ ക്വാളിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. അത് നേരെ നമുക്ക് വെയിൽസിലോട്ട്, അതായത് UK എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, ഈ 4 രാജ്യങ്ങൾ ചേർന്നാണല്ലോ UK. അപ്പോൾ ഇത് നമുക്ക് സ്കോട്ട്ലാൻഡിൽ വരുമ്പോൾ അതിനെ കെയർ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നു, വെയിൽസിലാവുമ്പോൾ കെയർ ഇൻസ്പെക്ടറേറ്റ് വെയിൽസ് എന്ന് പറയുന്നു, അയർലൻഡിലോട്ട് വരുമ്പോൾ RQIA എന്ന് പറയുന്നു. ഇങ്ങനെയാണ് അത് ഈ സ്ഥലങ്ങളിലൊക്കെ അറിയപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ CQC ചെക്ക് ചെയ്തിട്ട് നമ്മളെ ലൈസൻസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വിസ കിട്ടിയിട്ട് നമ്മളൊരു ജോലിയിൽ ഒരു സ്ഥാപനത്തിൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഇതേപോലെ CQCയുടെ ഇൻസ്പെക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്പോൺസർഷിപ്പ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിസയും ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത്, ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ആദ്യമേ ചെയ്യേണ്ടത്, നമ്മൾ ജോലി ചെയ്യുന്നത്, നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എത്ര സ്റ്റാഫുകളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, CQC അംഗീകാരമുണ്ടോ, അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ഈ കെയർ ഹോമിൽ ആൾക്കാർക്ക് ഉണ്ടോ, അവരെന്തെങ്കിലും രീതിയിൽ കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യമേ പറയാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ നല്ല കഷ്ടപ്പെട്ട് വളരെ ഒരുപാട് ബുദ്ധിമുട്ടേക്കും ജോലി കണ്ടെത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ, ഈ CQC ഉണ്ടോ, CQC രജിസ്ട്രേഷൻ ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ അതിലോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തുക, ഈ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയുടെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയുടെ ഈ കാലാവധി തീരുന്നതിന് മുൻപ് ഒരു സ്പോൺസർഷിപ്പ് ഉള്ളൊരു ജോലിയിലോട്ട് കയറുക എന്നുള്ള ഒരു മാനസിക സ്ഥിതിയിലായിരിക്കും നമ്മളിൽ പലരും അല്ലേ. പക്ഷേ അങ്ങനെ കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. പല ആൾക്കാർക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് കെയർ സ്റ്റാഫർക്ക് നല്ല രീതിയിലുള്ള സമ്മർദ്ദമാണ്
തങ്ങൾ ഗവൺമെൻറ് സംവിധാനത്തിൽ നിന്നും അതേപോലെ തന്നെ റീഫോം പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി പോലെയുള്ള എതിർ പാർട്ടികളിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ നല്ല സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിലുള്ള ചെക്കിങ്സുകളും കാര്യങ്ങളുമാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ CQC ചെക്കിങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസയെയും ബാധിക്കും. അപ്പോൾ വിസ ബാധിക്കുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിസ റദ്ദായി, സ്പോൺസർഷിപ്പ് റദ്ദായി, ലൈസൻസ് റദ്ദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മളൊരിക്കലും നാട്ടിലോട്ട് കയറ്റിവിടുകയോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും, അതായത് 2 മാസം. ഈ 2 മാസത്തിനുള്ളിൽ നമ്മളൊരു വിസ കണ്ടെത്തണം. അതുവരേക്ക് UK നമുക്ക് ലിവ് ചെയ്യാനുള്ള, UK ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതുവരേക്ക് നമുക്ക് UK താമസിക്കാനുള്ള ഒരു ഒരു കാലാവധിയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ജോലി കണ്ടെത്തിയേ പറ്റൂ. ഒന്നില്ലെങ്കിൽ 60 ദിവസം, അല്ലെങ്കിൽ വിസ കാലാവധി കഴിയുന്നത് എപ്പോഴാണോ അതുവരേക്ക്, അതിലേതാണോ ആദ്യം വരുന്നത്. ചിലപ്പോൾ വിസ കാലാവധി 35 ദിവസം കൊണ്ട് തീരുവാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയും ഒരു അപകടം ഉണ്ട് കേട്ടോ. എനിക്ക് വായിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് വിസ കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്കാർ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതിന് ഗവൺമെൻറ് സഹായവും ലഭ്യമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ താമസിക്കുന്ന കൗൺസിൽ ഉണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന കൗൺസിലിൽ ഇപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള സന്നദ്ധരായിട്ടുള്ള ഗവൺമെൻറ് സംഘടനകൾ, ഒന്നുമില്ലെങ്കിൽ സിറ്റിസൺസ് അഡ്വൈസ് ബ്യൂറോ ഉണ്ടാവും, അതല്ലെങ്കിൽ ലോക്കൽ കൗൺസിലിനെ സമീപിച്ച് കഴിഞ്ഞാൽ പുതിയ ജോലി കണ്ടെത്താനും അതിനുവേണ്ടി നിയമപരമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരാനും ഒക്കെയുള്ള ഒരു ഓഫീസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതായത് കൗൺസിൽ ഓഫീസസ് ഉണ്ട്, കൗൺസിൽ ജോബ് വർക്ക്സ് പറഞ്ഞൊരു ഓഫീസ് ഉണ്ടാവും. അതല്ല എങ്കിൽ ഈ പറഞ്ഞ സിറ്റിസൺ ഹെൽപ്പ് സെൻറ്റർ ഉണ്ടാവും. അതത് കൗൺസിലിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് സദർ കൗൺസിൽ ജോബ് ഹെൽപ്പ് ലൈൻ, അല്ലെങ്കിൽ ജോബ് പ്ലസ് സെൻറ്റർ ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും അതിന് വേണ്ടിയുള്ള നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും, അതേപോലെ സ്പോൺസർഷിപ്പ് കിട്ടുന്ന ജോലികൾ ഏതൊക്കെയാണെന്നും, അതിന് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും, അതിന് നമ്മൾ CV എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്ന രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് നമ്മൾ കൂടെ നിന്ന് അവർ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ലക്ഷക്കണക്കിന് രൂപ പല ഏജൻസികൾക്ക് നൽകിയിട്ട് വിസ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തെറ്റാണ്. UK അങ്ങനെ പൈസ കൊടുത്തിട്ടും വിസ വാങ്ങിക്കുന്നത് ഇല്ലീഗലാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്യാഷ് നഷ്ടമാവും, നമ്മളും നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് അത്തരം ചതിക്കുഴികളിലോ അത്തരം ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലോ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈസൻസ് പോകുന്നതിനെ കുറിച്ചല്ല. ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ എന്നതിനെക്കുറിച്ച്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. നാട്ടിലൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. നഴ്സൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഇവിടെ വന്നൊരു കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ നാട്ടിൽ നമ്മൾ നഴ്സിൻ്റെ വർക്ക് ചെയ്തു എന്ന ഒരു കാരണം ഇവിടെ ഒരിക്കലും നമ്മൾ ആ വർക്ക് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ളൊരു ക്വാളിറ്റി നമുക്കില്ല. കാരണം എന്താണ്, നമ്മളവിടെ കെയർ ഹോമിൽ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യം, നമ്മുടെ JDയിലുള്ള ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കൃത്യമായ ട്രെയിനിങ് ഇല്ലാതെ ഇവിടെ ഓറൽ മെഡിസിൻ നൽകുക, ഇതൊക്കെ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം പോലെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അത്തരം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറെ അല്ലെങ്കിൽ നിങ്ങൾ ടീം ലീഡിനെയൊക്കെ ബന്ധപ്പെടുക, അവരുമായി സംസാരിക്കുക എന്നുള്ളത്. അതേപോലെ കെയർ പ്ലാൻ ഒരിക്കലും തെറ്റിക്കരുത്. ഓരോ പേഷ്യൻറ്റിനും ഓരോ കെയർ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും കെയർ പ്ലാൻ അനുസരിച്ച് മാത്രം അവർ ഡീൽ ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് മാത്രം പൊക്കേണ്ട ഒരു പേഷ്യൻറ്റിന് നിങ്ങൾ വെറും കൈകൊണ്ട് പൊക്കുകയാണെങ്കിൽ അതൊക്കെ നിയമലംഘനമായിട്ട് കണക്കാക്കുകയും ഗുരുതരമായിട്ടുള്ള ഒരു പിഴവായിട്ട് കണക്കാക്കുകയും നിങ്ങൾ വിസ റദ്ദാക്കാൻ വരെ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്കായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ കെയർ ഹോമിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഏതെങ്കിലും രോഗി താഴെ വീഴുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കൊളീഗിൻ്റെ അടുത്ത് ഈ രോഗി എന്തെങ്കിലും അവർ തമ്മിൽ തർക്കമുണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറിനെ അറിയിക്കണമെന്നാണ്. നിങ്ങൾ അറിയിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു കുറ്റത്തിൽ പങ്കാളിയായി എന്നാണ് കണക്കാക്കുക. അപ്പോൾ അതും അതേപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ വ്യക്തി ജീവിതത്തിലും കൂടി നമ്മൾ കുറച്ച് ശ്രദ്ധ കൊണ്ടുവരണം. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നഴ്സുമാർക്ക് അവർ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നുണ്ട്. യൂണിഫോം ഇട്ട് ഒരിക്കലും പുറമെ പബ്ലിക്കിൽ സഞ്ചരിക്കാൻ പാടില്ല. അവർ കമ്പനിയുടെ മുദ്രകളും കാര്യങ്ങളും, അപ്പോൾ NHSൻ്റെ നഴ്സിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് പുറത്ത് പോയാൽ അത് ഗുരുതരമായിട്ടുള്ളൊരു പിഴവായിട്ട് കണക്ക്. നമ്മൾ വ്യാജ ലീവൊക്കെ എടുത്തിട്ട്, സിക്കാണെന്നൊക്കെ പറഞ്ഞ് ലീവൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഒക്കെ ഇടുക, ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനമായിട്ടാണ് ഇവിടെ കണക്കാക്കുക. അത് നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ മദ്യപിച്ച് വണ്ടി ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ളതിനേക്കാളും ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ മദ്യപാനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നാട്ടിലെ പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മദ്യം ലഭിക്കും. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മദ്യം വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പലരും മദ്യപിച്ച് വാഹനം ഓടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിക്കപ്പെടുകയാണ് ക്രിമിനൽ കുറ്റമാണ്.
അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് യു കെയിൽ വന്നിരിക്കുന്നത്. ആരും പെട്ടെന്ന് സുപ്രഭാതത്തിൽ യു കെയിൽ വന്നതല്ലല്ലോ. ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ച് എക്സാം എഴുതി അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻ ചെയ്തൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന് ജോലിയിൽ കയറിയതോടെ ഈ ഒരു പ്ലാൻ അവസാനിക്കുന്നില്ല. നമ്മളിത് ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കെയർ ആയിട്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ നിയമങ്ങളെക്കുറിച്ച് ആദ്യം അറിയണം, പഠിക്കണം. ഒരിക്കലും ചെറിയൊരു കൈപ്പിഴ കൊണ്ട് നമ്മുടെ ഒരു സ്വപ്നങ്ങൾ തകർക്കാൻ ഇടവരരുത്. അപ്പോൾ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദയവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ യു കെയിലാവട്ടെ, നിങ്ങൾ വെയിൽസിലാവണം, ഇംഗ്ലണ്ടിൽ, യു കെയിൽ ഏത് പാർട്ടിലുള്ള ആൾക്കാരാണെങ്കിലും കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ കെയർ ഹോം എന്നല്ല കേട്ടോ, ഏത് ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിയമത്തെക്കുറിച്ച് നമ്മൾ ബോധരായിരിക്കണം. എങ്കിലും ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യവും നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ തന്നെ NHSലൊക്കെ ഇപ്പോൾ നഴ്സുമാരൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് കെയർ ഹോമിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ കെയർ ഹോമിലും കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂച്ചറിൽ ഇപ്പോൾ കെയർ ഹോമും റദ്ദാക്കപ്പെട്ടേക്കാം. നമ്മളെ ഇന്ത്യയിൽ നിന്നൊക്കെ റിക്രൂട്ട്മെൻറ്റും ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ് റദ്ദാക്കി എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റായിട്ടൊന്നും കെയർ ഹോമിൽ വരാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ല. അത് പല നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ഇൻഫോർമേറ്റീവിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, താഴെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.